2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് സമ്മാനിച്ചു. പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് മികച്ച നടൻ മമ്മൂട്ടി. പ്രൗഢവും താരനിബിഡവുമായ ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് നടി ശാരദയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. വെള്ളിത്തിരയിൽ വിസ്മയം തീർത്ത അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ മലയാള സിനിമയുടെ സമ്പന്ന ചരിത്രത്തെ തന്നെയാണ് ആദരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർത്ത ഈ അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ അത് മലയാള സിനിമയുടെ തന്നെ സമ്പന്നമായ ചരിത്രത്തെ ആദരിക്കലാണ്. ഇങ്ങനെ മുന്നിൽ നിൽക്കാൻ കാരണക്കാർ പ്രേക്ഷകരെന്ന് ശാരദ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാല് അതിന് കാരണം നിങ്ങളാണ്. ഭ്രമയുഗത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനായി മാറിയ മമ്മൂട്ടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിച്ചു. അതിനിടെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചത് ഇരട്ടി മധുരമായി. മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ്. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. മികച്ച നടി ഷംല ഹംസ, പ്രത്യേക ജൂറി പരാമർശം നേടിയ ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, മികച്ച സ്വഭാവ നടന്മാരായ സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ, സ്വഭാവ നടി ലിജോ മോൾ ജോസ് എന്നിവരും മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ചു. മികച്ച ചിത്രം, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങി 10ഓളം പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ്സ് നേടി. വേദിയെ ഇളക്കിമറിച്ച് വേടനും സുഷിൻ ശ്യാമും KS ഹരിശങ്കറും സെബാറ്റോമിയും പ്രേമലു ടീമും. ഈ അവാർഡ് എനിക്ക് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എൻ്റെ അപ്പൻ മാത്രമായിരിക്കും ഈ ഭൂമിയിൽ. ആദ്യമായിട്ടാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരുങ്ങി വെള്ളമുണ്ടും പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വരുന്നത്, ആദ്യമായിട്ട് ലൈഫിൽ. കണ്ടില്ലേ, സുന്ദരനായിട്ടില്ലേ? കുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച ചിത്രങ്ങൾ ഉണ്ടാകാത്തതിൽ ചലച്ചിത്ര പ്രവർത്തകർ ആത്മപരിശോധന നടത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കുട്ടികളുടെ സിനിമകൾക്കായി സമയം മാറ്റിവെക്കണമെന്ന് ജൂറി ചെയർമാൻ പ്രകാശ് രാജും പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.